രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ വാർത്തയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും എന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തതയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് സംശയിച്ചിരുന്നു. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. അതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹം മനസ്സ് തുറന്നിരുന്നില്ല. ഇപ്പോൾ അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥിത്വം പോലെ അവസാന നിമിഷം വരെ ഉദ്വേഗം മുറ്റിനിന്നൊരു കാര്യമായിരുന്നു ആരാകും ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. പല പേരുകൾ ചർച്ച ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന്, രാജ്യ തലസ്ഥാനത്ത് നിന്ന് വാർത്ത വരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന്. ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്ന്. അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി, ക്യാബിനറ്റ് റാങ്ക് ഉള്ള പദവി. രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാംഗത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ വൈകാരികമായി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അച്ഛന്റെ മൃതശരീരം കഷണങ്ങളാക്കി ഏറ്റെടുക്കേണ്ടി വന്ന മക്കളാണ് ഞങ്ങളെന്ന്.